കിടപ്പിലായവർക്കും മാരകരോഗം ബാധിച്ചവർക്കും ഒറ്റപ്പെട്ടവർക്കും പാലിയേറ്റീവ് സാന്ത്വന ചികിത്സ അനിവാര്യമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ഹർഷ പറഞ്ഞു. അമ്പലത്തറ സ്നേഹവീട് പാലിയേറ്റീവ് കെയർ സെന്റർ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കിടപ്പിലായവർക്കും മാരകരോഗം ബാധിച്ചവർക്കും ഒറ്റപ്പെട്ടവർക്കും പാലിയേറ്റീവ് സാന്ത്വന ചികിത്സ അനിവാര്യമാണെന്ന് GDHH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ഹർഷ പറഞ്ഞു. അമ്പലത്തറ സ്നേഹവീട് പാലിയേറ്റീവ് കെയർ സെന്റർ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പഠന വൈകല്യം, ഓട്ടിസം, അതുപോലെ ബുദ്ധിമാന്ദ്യം ആയിരുന്നു എൻ്റെ വിഷയം. തീർച്ചയായിട്ടും അവിചാരിതമായാണ് ഞാൻ ഈ സ്നേഹവീട്ടിലേക്ക് എത്തിപ്പെട്ടതെങ്കിലും എന്തോ ദൈവം എന്നെ ഇവിടെ എത്തിച്ചതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ കുഞ്ഞു മക്കൾക്ക്, ഞാൻ ആദ്യമേ പറയുന്നു, കുഞ്ഞു മക്കൾക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ഇവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അത് എൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു വാക്കാണ്. അത് മരുന്ന് കൊണ്ടായാലും വാക്കുകൾ കൊണ്ടായാലും പ്രവൃത്തികൾ കൊണ്ടായാലും. ഞാനിപ്പോൾ കുഞ്ഞുകൃഷ്ണനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞു മക്കള് നമ്മുടെ അടുത്ത് നിന്ന് തരുന്ന, അവർ നമ്മൾക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. അത് ലക്ഷങ്ങൾ വില മതിക്കുന്നതാണ്. ഞാൻ എത്ര കൺസൾട്ടേഷൻ ഫീസ് വാങ്ങിയാലും അവർ എൻ്റെ കവിളിൽ വന്നിട്ട് പിടിക്കുമ്പോൾ, ഡോക്ടറെ എന്ന് പറഞ്ഞ് പിടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് മതി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ. അത്രയ്ക്കും ബ്ലെസ്ഡ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അത്രയും അനുഗ്രഹമുള്ളവരാണ് നിങ്ങൾ. ഇത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ, അതുപോലെ വളർന്ന് വരുന്ന ആൾക്കാരെ പരിചരിക്കുന്ന അമ്മമാർക്ക് കൊടുക്കേണ്ട വിലയുണ്ടല്ലോ ഈ സമൂഹത്തിൽ, അത് പലപ്പോഴും കിട്ടാതെ പോകുന്നത് കാണാറുണ്ട്. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മയിലൂടെ നടത്താൻ സമൂഹം തയ്യാറാകണമെന്നും ഡോക്ടർ ഹർഷ കൂട്ടിച്ചേർത്തു. ദിനില ബ്ലാത്തൂർ, നിമിത എന്നിവർ നേതൃത്വം നൽകി. സ്നേഹവീട് ജീവനക്കാർ നടത്തിയ മൈം ഏറെ ശ്രദ്ധേയമായി. ദിനാചരണം ആഘോഷമാക്കി മാറ്റി സ്നേഹവീട്ടിലെ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സ്നേഹവീട് പാലിയേറ്റീവ് ചെയർമാൻ KP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PS സരിത, മുനീസ അമ്പലത്തറ, AVK മണിയനി, ജെയിൻ P വർഗീസ്, TC സുരമ്യ, ഗോകുൽ മോനാച്ച, ജോമിൻ, നീതു, AM ജോർജ്, P ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.